പ്രധാനമന്ത്രിയുടെ അമൃത് ഭാരത് പദ്ധതിയിലൂടെ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പ്രവേശന വഴികളുടെ നിർമ്മാണവും പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേക ക്രമീകരണങ്ങളും, കഫ്റ്റീരിയ, ദിവ്യാംഗർക്ക് പ്രത്യേക പ്രവേശന പാത, പാർക്കിംഗ് ക്രമീകരണങ്ങൾ എന്നിവയാണ് ഏറ്റുമാനൂരിൽ ഒരുക്കുന്നത്. നീണ്ടൂർ അതിരമ്പുഴ റോഡുകളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ മറ്റം റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കും. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. ഇതിനിടയിൽ നീണ്ടൂർ റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശന പാതയിൽ ഒരുക്കിയ പ്രവേശന കവാടം മാർഗതടസ്സം ആകുമെന്ന അഭിപ്രായവുമുണ്ട്. നിലവിൽ ഒരുക്കിയ പ്രവേശന കവാടത്തിന്റെ പില്ലറുകൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് അശാസ്ത്രീയമാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ഒരു മനുഷ്യന് പോലും ഇറങ്ങി വരാൻ പറ്റാത്ത രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ റെയിൽവേയുടെ ഈ വഴിയുടെ ഡിസൈൻ ഏത് എഞ്ചിനീയറാണ് ഈ ഡിസൈൻ ചെയ്ത് അറിഞ്ഞാൽ കൊള്ളാം. അവനെയൊക്കെ പണ്ടേ ചവിട്ടി പുറത്താക്കേണ്ടവനാണ് അവനൊക്കെ. ഇതുമായ ഡിസൈനാണ്. ഏത് കൊച്ചു മനുഷ്യനും ഒരു വിവരമില്ലാത്തവനും ഇതുപോലുള്ള പരിപാടി കാണിച്ചു വെക്കുകയില്ല. യാതൊരു മുൻകരുതലില്ലാത്ത ഉള്ള രീതിയിലുള്ള വഴിയാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ വണ്ടിക്ക് പോലും ഇറങ്ങി വരാൻ പറ്റില്ല. വഴിയുടെ സെൻറ്ററിലാണ് വലിയ ആന പോലുള്ള ഭീമ കൊണ്ട് പടന്ന് വെച്ചിരിക്കുന്നത്. ഈ റെയിൽവേയുടെ ഇത്രയും വലിയ പൈസ മുഴുവൻ ഇതുപോലെ പാഴാക്കി കളയുന്ന ഇത് കേന്ദ്ര സർക്കാരിനൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യം. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയൊരു മേഖലയാണ് റെയിൽവേ എന്ന് പറഞ്ഞാൽ. അതിലെ എഞ്ചിനീയർമാർക്ക് ഇത്രയും കഴിവുകേടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കാണേണ്ടത് തന്നെ. പത്രക്കാരും മാധ്യമങ്ങളൊക്കെ ഒന്ന് വന്ന് കണ്ടെത്തും. ഞങ്ങൾ പറയുന്നത് ചുമ്മാ പറയുന്നത് ഈ പരിപാടികൾ ചെയ്തിട്ട് ജനങ്ങൾക്ക് രൂപത്തിലോ ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവും അനാസ്ഥയുമാണ് അലങ്കാര ഗോപുരത്തിന്റെ പില്ലർ പ്രവേശന വഴിയുടെ മധ്യത്തായി നിർമ്മിക്കാൻ കാരണമായതെന്ന് ആക്ഷേപം ഉയരുകയാണ്.